ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കണം. അപ്പോൾ സർക്കാർ തിരുത്തുമെന്നാണ് പ്രതീക്ഷ എന്നാണ് NSS എന്ന് പറഞ്ഞിട്ടുള്ളത്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാം. അപ്പോൾ സർക്കാർ തിരുത്തുമെന്നാണ് പ്രതീക്ഷ എന്നുള്ളതാണ് NSS. അല്ല, അത് പല രീതിയിലും പ്രതീക്ഷിക്കാം. ഗവൺമെൻറ് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, ഗവൺമെൻറ്റാണ് കോടതി പറയാം, അത്രയേ ഉള്ളൂ. അത് പറയാൻ പറ്റില്ലല്ലോ, അത് എന്തായാലും അപ്പുറമല്ലേ പറയാൻ പറ്റും. അങ്ങനെ മുൻകൂട്ടി പറയാം. അത് ഗവൺമെൻറ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനാണോ ഗവൺമെൻറ്? ഗവൺമെൻറ്റല്ലേ അത് കോടതിയുടെ ഭാഗമായിട്ട് പറയേണ്ട കാര്യം കോടതിയിലല്ലേ പറയുക. അതിനു മുമ്പ് ഞാനെങ്ങനെയാണ് ആ കാര്യം ഇവിടെ പറയാം? വിജയരാഘവൻ പറഞ്ഞത് വിശ്വാസികളുടെ താല്പര്യവും നിയമപരമായ താല്പര്യവും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ കാര്യം പറയുമ്പോൾ കാണിക്കേണ്ട ഒരു അവധാനതയുണ്ട്, അത് ഉണ്ടാകണം എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഞങ്ങൾ പണ്ടേയുള്ള ഇല്ല മലക്കൊന്നും പറയണ്ട. അതിന് മലക്കം പറയുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണം, എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുകയും വേണം. രണ്ടും രണ്ടല്ലേ, ഒരുമിച്ച് നടക്കും. നമുക്ക് കാണാം എങ്ങനെയാണ്. സുപ്രീം കോടതി വിധി വന്ന സമയത്ത് സർക്കാർ എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു, അതേ നിലപാടാണോ അതോ അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകുമോ? അതില്ല ഞാൻ പറഞ്ഞത്. സാങ്കല്പിക ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. സാങ്കല്പിക ഉത്തരം ഞാൻ പറയുകയും ചെയ്യില്ല. അത് വെറുതെ എന്താ വിശ്വാസികളോട് ഇത്ര വലിയ ആളുകൾ വിശ്വാസിൻ്റെ കൂറുകൊണ്ട് പുറപ്പെട്ടിരിക്കും. ഞങ്ങളാണ് വിശ്വാസികളോട് ഏറ്റവും കൂറുള്ളത്. പോരെ, പിന്നെന്താ അങ്ങനെ രണ്ടും കൂടി ചേർത്തിട്ടില്ലേ ജനാധിപത്യം നടക്കുക? അല്ലാണ്ട് വിശ്വാസികൾക്കൊരു ജനാധിപത്യം, വിശ്വാസി അല്ലാത്തവർക്ക് വേറെ ജനാധിപത്യം ഉണ്ടോ? എല്ലാവർക്കും ഉള്ള ജനാധിപത്യം തന്നെ. കോടതിൻ്റെ മുമ്പിൽ വരട്ടെ. ഞങ്ങൾ അന്ന് കോടതി പറഞ്ഞ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങൾ ചെയ്തു, അല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല. അന്ന് കോടതി എന്താ പറഞ്ഞിരുന്നത്? കയറ്റുന്നല്ലേ? അതാ കാര്യം. അല്ല, കോടതി പറഞ്ഞ നിലപാടാണെന്ന്. കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം എന്ന് പറഞ്ഞപ്പോൾ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്, അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കോടതി വരട്ടെ, കോടതി നിലപാട് വരട്ടെ എന്ന് വെറുതെ ആവശ്യമില്ലാണ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ പറഞ്ഞോളുന്നു. നിങ്ങളെന്തിനാ വേവലപ്പെടുന്നു? ഇന്ന് തന്നെ വാർത്തയാക്കേണ്ട പല കാര്യമുണ്ട്. അത് വരട്ടെ, ഇനി വരും, കോടതിൻ്റെ മുമ്പിൽ വരും. നാളെയാണ് വരുന്നത്, നാളെ വരട്ടെ. അപ്പോൾ വ്യക്തമാവും. കോടതി നിലപാടാണ് സ്വീകരിക്കാൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെന്താ അങ്ങനെ പല ഞങ്ങളുടെ അന്തസ്സ് എത്രയോ കാലമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അതാ അത് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഇടക്കിടിഞ്ഞു പോയിന്നാ ഞങ്ങൾ ഒരേ നിലപാട് സ്വീകരിച്ച് ജനാധിപത്യപരമായ അന്തസ്സാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അല്ലാണ്ട് വേറെ എന്താ അന്തസ്സ് തോന്നിയിരിക്കുന്നു? ഫ്യൂഡൽ അന്തസ്സൊന്നുമല്ല, ജനാധിപത്യ അന്തസ്സ്. ആ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നോട്ട് പോകുന്നത്. ഇനി അങ്ങനെ പോകും, അത്രയേ ഉള്ളൂ. ശരി. ഓഡിറ്റ് റിപ്പോർട്ട് എന്നൊരു ഓഡിറ്റ് റിപ്പോർട്ടായിട്ട് കണക്കാക്കുന്നില്ല. ഇപ്പം ഇന്നത്തെ പത്രക്കുറിപ്പ് വായിച്ചു നോക്ക്. അതെ, അതാ പറഞ്ഞത്. അതെന്താണെന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് പരിഹരിക്കപ്പെടേണ്ടുന്ന ഒരുപാട് പ്രശ്നം അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന്. അതെന്താ പറയാതെ? നിങ്ങൾ പറഞ്ഞ 1 ലക്ഷം രൂപ പിണറായി വിജയനെ കട്ടിലിന് വേണ്ടി ഉപയോഗിച്ചെന്നല്ലേ? ഇമാതിരി എന്ത് കളവും പറയാൻ യാതൊരു മടിയില്ലാതെ കുറേ മാധ്യമ ശൃംഖലകളുണ്ട് ഇവിടെ. 1 ലക്ഷം രൂപ നിങ്ങൾ വെറുതെ പറയണ്ട. 1 ലക്ഷം രൂപ പിണറായി വിജയൻ്റെ കട്ടിലിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ പത്രക്കുറിപ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെന്താ അത് തിരുത്താകുന്നത്? ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ തിരുത്താതെന്താ? അത് റിപ്പോർട്ട് പൂർണ്ണമാവണമെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ കാര്യം ചെയ്യണ്ടേ? അത് ചെയ്തില്ല എന്ന് അവരെന്നെ പറയില്ലേ? അതിൻ്റെ വൗച്ചർ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല. ഏത് ടീമാണ് കലാപരി അവതരിപ്പിച്ചത്, ഏത് ടീമാണ് കലാപരി റദ്ദ് ചെയ്തത് എന്നുൾപ്പെടെ പറയാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമാണെന്ന് പറയുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല, അതാ പറഞ്ഞത്. അതെല്ലാം കൊടുക്കേണ്ടതാണ്, കൃത്യമായി കൊടുക്കേണ്ടതാണ്. കൊടുത്തില്ല. ദേവസ്വത്തിൻ്റെ ഭാഗമായിട്ട് കേട്ടിട്ടില്ല. ദേവസ്വം ബോർഡിൻ്റെ മുമ്പിൽ ആ കാര്യങ്ങൾ വന്നില്ല എന്നല്ലേ അവരിപ്പം ഇന്നിപ്പം കൃത്യമായി പറഞ്ഞത്. ദേവസ്വം ബോർഡിന് പരിശോധിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് അവരുടെ മുമ്പിൽ വന്നില്ല. അവർക്ക് ഇതൊന്നും സംബന്ധിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമായിട്ട് 3 കോടിയോളം രൂപ അവർ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ശരിയായ റിപ്പോർട്ടല്ല, പൂർണ്ണ റിപ്പോർട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പ്രതികരിക്കാം. ഇല്ല, അതിന് വേറെ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് റിപ്പോർട്ട് അപാകത നിറഞ്ഞ തികച്ചും തെറ്റായ ഒരുപാട് കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ളതാണ്.
അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിണറായി വിജയന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ലോഡ്ജിൽ മറ്റേ അവരെ ഗസ്റ്റ് ഹൗസിൽ 1,00,000 രൂപയുടെ മറ്റേ കട്ടിൽ വാങ്ങിയെന്ന്. അതിപ്പോൾ എപ്പോൾ വാങ്ങിയ കട്ടിലിനെ പറ്റിയാണ് വന്നിട്ടുള്ളതെന്ന് ഇപ്പം പറഞ്ഞല്ലോ. പിന്നെ പൈസ കൊടുത്ത പരിപാടി അവതരിപ്പിച്ചവരുടെ പേര് വേറെ, പൈസ കൊടുത്തു എന്ന് പറഞ്ഞ പേര് വേറെ. അതൊക്കെ തെറ്റായ വാർത്തകളാണെന്ന് പൂർണ്ണമായിട്ടും വന്നല്ലോ പുറത്ത്. അതെല്ലാം കൂടി വരട്ടെ, വന്നിട്ടാകുമ്പോൾ നമുക്ക് നോക്കാം. വന്നിട്ട് എന്തെങ്കിലും പരാതി എവിടെയെങ്കിലും പരാതിയോ അല്ലെങ്കിൽ